ജോർജ് കുട്ടിക്കുള്ള ചേഞ്ചസ് ഏത് രീതിയിലാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. മനുഷ്യനാണ്, മാറും. പ്രായം മാറും തോറും നമ്മുടെ ചിന്താഗതികൾ മാറാം. അതെങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. ഞാനെ ശ്രദ്ധിച്ചു, പെട്ടെന്ന് ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിൻ്റെ എഡ്ജിൽ സീൻ എന്ന് പറഞ്ഞ് എഴുതി പേപ്പറിൻ്റെ എഡ്ജ് വന്നു. പെട്ടെന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു മൂല ആ സീൻ എന്നൊക്കെ പറഞ്ഞു. അത് ഇപ്പം ദൃശ്യം 3 എഴുതിക്കൊണ്ടിരിക്കുക. അതിനകത്തുകൊണ്ട് ലാഗ്. എന്തായിരുന്നു കോൺഫിഡൻസ് ആണോ, വിവരമില്ലായ്മയാണോ, എടുത്തുചാട്ടമാണോ ഒന്നും എനിക്കറിയില്ല. അവർ നമ്മുടെ കുടുംബം ഇല്ലാതാക്കും എന്ന് പറയുന്ന ഡയലോഗ് എനിക്ക് ആ ചോദ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടെ നിന്നാ പറഞ്ഞത്? വിൻഡോയുടെ അവിടെ നിന്നുകൊണ്ട് ജനലിൽ നിന്ന് ജനലിലൂടെ നോക്കുമ്പോൾ കുഴിച്ചിട്ടിരിക്കുക. ജോർജ് കുട്ടി വന്നപ്പോഴത്തേക്ക് ഇവരത് കുഴിയിലാക്കി കഴിഞ്ഞു, മറച്ചു. ഇതിനകത്ത് ഫാമിലി ഫുൾ ഇൻവോൾവ് ആയി. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു. എക്സാക്ട്ലി. ജോർജ് കുട്ടിക്ക് വലിയ ഫൈറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊരു ക്യാരക്ടറല്ല. പക്ഷെ അയാളുടെ ഹീറോയിസം വേറെ കൈൻഡ് ഓഫ് ഹീറോയിസമാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ വളരെ കൂളായിട്ട് നടന്നു പോകുമ്പോൾ ഐജി ഇങ്ങനെ നോക്കി ഐജിയുടെ അത് അവിടെ ജോർജ് കുട്ടീനെ ആൾക്കാർ വീണ്ടും വേറെ രീതിയിൽ ലിഫ്റ്റ് ചെയ്യുവാണ്. പോലീസുകാരനെ അയാളെ വെറുതെ വെറുപ്പിക്കാണ്ട് പോയി. ഞാൻ ഇതുവരെയായിട്ടൊരു നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാനൊട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല, പിന്നെ ഞാനെന്തിനു പേടിക്കണം എന്ന് പറഞ്ഞ ഡയലോഗിൻ്റെ നെക്സ്റ്റ് ഘട്ട പെങ്കൊച്ചിൻ്റെ പുറകെ ഇവൻ കാറുമായിട്ട് വരുന്നത്. കാരണം അയാളുടെ ലൈഫിലേക്കൊരു നിയമവിരുദ്ധതയിലേക്ക് കയറാനുള്ള ഒരു ഇൻസിഡന്റ് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ 3rd വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് സ്ലൈറ്റ്ലി ഇളയമാളും ഇവരും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചിലപ്പോൾ പ്രൊജക്ട് ചെയ്യുന്നുണ്ടാവാം. പ്രായം മാറുന്നതനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കും, കാഴ്ചപ്പാടുകൾ മാറും. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഞാൻ 3rd ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. വർഷങ്ങൾക്ക് മുമ്പാണ് ജിത്തു ജോസഫ് തൻ്റെ ഭാര്യയെ പെണ്ണ് കാണാൻ വേണ്ടി പോയ സമയത്ത് വീട്ടുകാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സിനിമ തന്നെ പ്രൊഫഷനാക്കാൻ പറ്റുള്ളൂ എന്ന്. എന്നാൽ ഇന്ന് ആ പ്രൊഫഷനിൽ അയാളൊരു ബ്രാൻഡ് ആവുന്നത് ഒരു സിനിമാ കഥ പോലെ തന്നെ രസകരമാണ്. ജിത്തു ജോസഫാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു ആ കോൺഫിഡൻസ്, ഇത് തന്നെ മതി പ്രൊഫഷനാക്കാൻ എന്നുള്ളത്? കോൺഫിഡൻസ് ഒന്നുമല്ല. ഞാനിങ്ങനെ വീട്ടുകാരല്ല ചോദിച്ചോട്ടോ, ലിൻഡ തന്നെയാണ് ചോദിച്ചത്. അതെ, ഞാൻ ലിൻഡേനെ നമ്മൾ കണ്ടു. ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. അപ്പം കാണാനായിട്ട് കോളേജിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പം സിനിമയല്ല വേറെ ഒന്നും കിട്ടിയില്ലെന്ന് ചോദിച്ചു. അപ്പം എന്താ പറയുക, സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി എന്നെ കിരീടവും ചെങ്കോലും എന്നൊക്കെ പറഞ്ഞാൽ ഞാനെന്തായാലും ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ ട്രൈ ചെയ്യുന്നേ ഉള്ളേ. അത് അതിൻ്റെ ഇച്ചിരി ഒരു സ്റ്റെപ്പിൽ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, പുള്ളിക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, ഓക്കെ എന്നാൽ വിട്ടേക്കാന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ വിട്ടു. എന്നിട്ട് പിന്നെ എനിക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ് കൃഷി. ഇങ്ങനെ എനിക്ക് അറിയില്ല. ഞങ്ങൾ ബേസിക്കലി കൃഷിക്കാരാ. ഫാദർ ആക്സിഡൻ്റലി പൊളിറ്റിക്സിൽ വന്ന് ചാടി, അങ്ങനെ ഇതാണ്. പിന്നെ ഞാനിവിടെ മുല്ലക്കൃഷിയൊക്കെ ട്രൈ ചെയ്തു. കല്യാണം കഴിഞ്ഞ് പിള്ളേരും ഒക്കെ ആയി ഇങ്ങനെ പോയ ഒരു സമയത്ത് വളരെ ആക്സിഡൻ്റലി സിനിമ തിരിച്ചെൻ്റെ ലൈഫിലേക്ക് വരികയാണ്. അതിന് കാരണക്കാരി ലിൻഡ തന്നെയാണ്. ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ജയരാജ് സാറിൻ്റെ കരുണത്തിൻ്റെ ബ്രോഷർ കണ്ടു. അപ്പം ചോദിച്ചു ഇത് തന്നെ ഇവിടെ. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സായി. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ജിത്തുവിന് വലിയ ആഗ്രഹമായിരുന്നു സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ, പിന്നെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഇരുന്നാന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു ഞാനതൊക്കെ വിട്ടു എന്ന്. അന്നേരം എൻ്റെ പിറ്റേ ദിവസം ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തി വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ജയരാജ് സാറുമായിട്ട് സംസാരിച്ചു, നിനക്ക് വേണമെങ്കിൽ നീ ഇത് ചെയ്തോന്ന് പറഞ്ഞു. ഞാൻ ലിൻഡയോട് ചോദിച്ചു. ലിൻഡ പറഞ്ഞല്ലേ എനിക്കറിയാം ജിത്തു ഓരോ സിനിമ കഴിഞ്ഞ് വരുമ്പോഴും സിനിമ, പക്ഷെ അത് ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, അത് നല്ലതായിരുന്നു, പക്ഷേ ഇവിടുത്തെ മ്യൂസിക് ശരിയായില്ല. അതങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് വാദവരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് എവിടെയോ തോന്നി എനിക്കിങ്ങനെ ഉള്ളിൽ ഭയങ്കര ഒരു പാഷനായിട്ട് കിടക്കുന്നു, പുള്ളിക്കാരത്തേക്ക് വേണ്ടി ഞാനത് വേണ്ടെന്ന് വെച്ചു എന്നുള്ളൊരു. അങ്ങനെ ഞാൻ ജയരാജ് സാറിൻ്റെ അടുത്ത് പോയി ഒരു പടം വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു, കുറേ ലൈഫിൽ കുറേ സംഭവവാസങ്ങളൊക്കെ ഉണ്ടായി. ഒരു സിനിമയുടെ കഥയ്ക്ക് വേണ്ടി കഥാകൃത്തായിട്ട് ഞാനൊരു സിനിമ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്തു. 1.5 വർഷത്തോളം നടന്നു. അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടമാണ്. അന്ന് ഈ എറണാകുളത്ത് വൈറ്റ് ഫോർട്ട് ഹോട്ടലിലൊക്കെ വരികയും ഡിസ്കഷൻ ഇത് വേറൊരാൾ ഡെന്നിസ് ജോസഫാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹവുമായിട്ട് കുറച്ച് സിറ്റിങ്ങുകൾ ഡയറക്ടറുമായിട്ട്. പക്ഷേ അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഇച്ചിരി വലിയ ഗ്രാൻഡിയറിലൊരു സ്ക്രിപ്റ്റായിപ്പോയി. അപ്പോൾ ഈ ആക്ടർ ചോദിക്കുകയും ചെയ്തു എനിക്കൊരു ന്യൂഡല്ലി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വലിയൊരു ക്യാൻവാസിൽ അങ്ങ് എഴുതി. ആ പ്രൊഡ്യൂസർക്ക് അത് താങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസറായിരുന്നില്ല. അങ്ങനെ കഥ മാറ്റാമെന്ന് വിചാരിച്ചു. പറഞ്ഞു കഥ മാറ്റുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പ്രൊജക്റ്റിൽ നിന്ന് ഞാൻ മാത്രം പുറത്താവും. 1.5 വർഷം നടന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പം പുള്ളിക്കാരത്തേക്കും സങ്കടം, എനിക്കും സങ്കടം. ഞങ്ങൾ കരഞ്ഞു, ലിറ്ററലി കരഞ്ഞു. പുള്ളിക്കാരത്തി കട്ടിലെ സങ്കടപ്പെട്ട് കരയുമ്പോൾ ഞാൻ വന്ന് അടുത്തിരുന്നിട്ട് എനിക്കും കരച്ചിൽ വന്നു. അപ്പോൾ എൻ്റെ മദർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്തിനാണ് വിഷമിക്കണം, നിനക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നീ എഴുത്. നമ്മൾ തോട്ടത്തിൻ്റെ ഏതെങ്കിലും മൂല വിറ്റിട്ടാണെങ്കിലും നമ്മൾ ബേസിക്കലി ഞങ്ങൾ റബ്ബർ എസ്റ്റേറ്റാണ്. അപ്പം വിറ്റിട്ടാണെങ്കിലും നമ്മൾ സിനിമ, അതായത് ഫാദർ മരിച്ചു ആ സമയത്ത്, ഫാദറില്ല, നമ്മൾ സിനിമ ചെയ്യുന്നു. അമ്മച്ചി അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, പക്ഷെ അത് കോൺഫിഡൻസ്. അങ്ങനെ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റാണ് ഡിക്റ്റേറ്റീവ്.
എന്നിട്ട് അന്ന് ഞാനും എൻ്റെ ഒരു അമേരിക്കയിലുള്ള ഫ്രണ്ടും ഞാൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, അമേരിക്കയിലുള്ള ഫ്രണ്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായിട്ട് അങ്ങനെ സുരേഷ് ഗോപിനെ മീറ്റ് ചെയ്ത് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിന് സാധനം ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു പുള്ളി തന്നെ ഫസ്റ്റ് സിനിമ ചെയ്യുന്നു, ഫസ്റ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും, അത് പുള്ളി അതുകൊണ്ട് വേറെ പ്രൊഡ്യൂസറെ എനിക്ക് തന്നു. അങ്ങനെ തോന്നി. ഇത് കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ആണോ വിവരമില്ലായ്മയാണോ എടുത്തുചാട്ടമാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. മേ ബി നമ്മൾ പറയില്ലേ ഹാർഡ് വർക്ക് പേസ് എന്ന് പറയല്ലേ, മേ ബി. പിന്നെ ഓരോ രീതിയിലാണ് ആ സിനിമയിൽ. എന്നിട്ട് ആ പ്രൊഡ്യൂസർ മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ പൈസ ഇല്ല, എനിക്ക് തീർക്കാമെന്ന്. ഞാൻ കുറച്ച് പൈസ ഇട്ടുണ്ടോന്ന്. പിന്നെ എനിക്ക് ആ പൈസ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ചിലരുടെ ലൈഫിൽ അവരുടെ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ 10 വർഷം, ചിലപ്പോൾ 12 വർഷം, അല്ലെങ്കിൽ 8 വർഷം എന്ന് പറഞ്ഞാൽ. എനിക്ക് പക്ഷേ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട വന്നില്ല. കാരണം എനിക്ക് ഒരുപാട് അസ്റ്റ് ചെയ്തു, വലിയ അവസ്ഥയില്ലാതെ ഞാൻ എൻ്റെ ഫസ്റ്റ് പടം ചെയ്യുന്നു. അപ്പം എനിക്ക് നഷ്ടപ്പെട്ടത് ടൈമിന് പകരം പൈസയായിരുന്നു. പക്ഷെ ഞാൻ ഒരാൾ എവിടുന്നോ വന്ന ഒരാൾ വന്നിട്ട് ഞാൻ സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇന്ന് ഒരു ഷോർട്ട് ഫിലിം എങ്കിലും ചെയ്ത് കാണിക്കാം, ഒരു ഫോൺ ഉണ്ടെങ്കിൽ. അന്ന് എന്ത് കാണിക്കാൻ? ഹാൻഡിക്യാമിലൊക്കെ ഞാൻ എൻ്റെ പിള്ളേരെയൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തേക്കുന്നു. ഒരു പടം ചെയ്യാതെ എനിക്ക് എന്നെ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊരവസരം വന്നപ്പോൾ ഞാനങ്ങനെ ചെയ്തു. അതൊരു കോൺഫിഡൻസ് ആണോ, എന്താ മണ്ടത്തരമാണോ, എടുത്തിയായിട്ടാണോ എന്നല്ല, ഞാൻ റിസ്ക് എടുത്തു, അത്രേ ഉള്ളൂ. ദൃശ്യത്തിൻ്റെ റൈറ്റിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ പറയുന്ന ഒരു ഏരിയ ഉണ്ട് സാർ. അതായത് ക്യാരക്ടേഴ്സിൻ്റെ അവരുടെ മോട്ടീവ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ക്യാരക്ടർ, അത് എപ്പോഴും റീറ്റൈൻഡ് ആയിട്ട് നിലനിൽക്കുന്നുള്ളത്. അതായത് ജോർജ് കുട്ടി എപ്പോഴും അയാളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പുറത്ത് IG എപ്പോഴും അയാളെ എങ്ങനെയെങ്കിലും പെടുത്തണം, എപ്പോഴെങ്കിലും പുതിയ പുതിയ ഐഡിയാസുമായിട്ട് വരണം, അയാളിൽ നിന്ന് സത്യം റിവീൽ ആക്കണം. ആ ആർക്കിൽ നിന്ന് ഒരിക്കലും അവർ മാറില്ല. ഇത് ബോധപൂർവം ജിത്തു ജോസഫ് എന്ന റൈറ്റർ അത് അങ്ങനെ ഒരു നിർബന്ധം വെച്ച് ചെയ്യുന്നതാണോ? അതെ. കാരണം ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യട്ടെ, എനിക്കൊരു സ്വഭാവമുണ്ട്. ഒരു 90% ഞാൻ ആ സ്വഭാവത്തിൽ കൂടി എനിക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 80%, ഒരു 20% ചിലപ്പോൾ ഞാൻ ചില സാഹചര്യങ്ങളിൽ മാറുമായിരിക്കാം ഫോഴ്സ്ഡ് ആയിട്ട്. എന്നാൽ പോലും ആ 80-ൽ ഞാനിങ്ങനെ കിടക്കും. എവിടെയെങ്കിലും ഒരു ഇത് വന്നാൽ എൻ്റെ ആ 80 ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. കാരണം അതിൻ്റെ ബേസിക് ക്യാരക്ടറാണ്. ഇപ്പോൾ ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാളൊരു അനാഥനായിരുന്നു. അയാൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് വളർന്നു വന്ന ഒരാളാണ് ജോർജ് കുട്ടി. ഇത്രയും സമ്പാദിച്ച് ആ കൂട്ടത്തിൽ അധ്വാനിച്ച് വളർത്തി അല്ലെങ്കിൽ പുള്ളി ഉണ്ടാക്കിയെടുത്ത പുള്ളിയുടെ ഫാമിലി, ആ ഫാമിലിയിൽ ഒരാൾ അഫക്റ്റഡായ ആ ഫാമിലി പോകുമെന്ന് പറയുമ്പോൾ അയാൾ അതുപോലെ അത് പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കും. അത് മരിക്കുന്നിടം വരെ പുള്ളി ചെയ്യും. കാരണം അത് പുള്ളിയുടെ ക്യാരക്ടർ അതാ. ഇനി അപ്പുറത്തെ സൈഡിൽ ഒറ്റ ഒരു മകനാണ്. ആ മകനെ ഇച്ചിരി വളർത്തു ദോഷം അമ്മയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി ഇത് ചെയ്തു. പ്രഭാകർ എന്ന് പറയുന്നതൊക്കെ അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോഴും അവരുടെ ഒരു മകനാണ്. ആ മകൻ അങ്ങ് ആ തുടക്കത്തിൽ ഫസ്റ്റിനകത്ത് മിസ്സിങ് ആണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അവൻ അപായപ്പെട്ടു, അവൻ മരണപ്പെട്ടു എന്നൊരു ഫീലിംഗ് ഉണ്ട്. ആ പേടിയോടെ മുന്നോട്ട് പോകുന്നു. അത് ഏതാണ്ട് കൺഫേംഡ് ആയി. അവർക്കൊരിക്കലും അത് പൊറുക്കാൻ പറ്റത്തില്ല. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരി എൻ്റെ മകൻ ഇച്ചിരി സ്വഭാവം ഇതൊക്കെ ഉണ്ട്, പക്ഷേ എന്ന് കരുതി ആർക്കെങ്കിലും കൊല്ലാനുള്ള റൈറ്റ് ഉണ്ടോ? ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷ മേടിച്ച് കൊടുക്കണം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. അതിനകത്ത് പ്രഭാകരനും ഉണ്ട്. പക്ഷെ പ്രഭാകരന് അത് ഏത് രീതിയിൽ എന്നുള്ളതിനകത്ത് പ്രശ്നം മനസ്സിലായി. പ്രഭാകരൻ അത് നിയമപരമായിട്ട് അത് ചെയ്യണം. പുള്ളിക്കാരത്തി അതുകൊണ്ട് ഏത് എക്സ്റ്റെൻറ്റിൽ പോകും. കാരണം പുള്ളിക്കാരത്തി ഒരു IG കൂടെയാണ്, ഒരു പോലീസ് ഓഫീസറാണ്. അതിൻ്റെ ഒരു ഈഗോ ഉണ്ട്. ബാക്കി പല കേസുകളും പുള്ളിക്കാരത്തി കണ്ടുപിടിച്ചിട്ട് സ്വന്തം മകൻ്റെ കേസ് വരുമ്പോൾ അതാണ് പുള്ളിക്കാരത്തിൻ്റെ ഫ്രസ്ട്രേഷൻ. മനസ്സിലായോ? അപ്പോൾ സെക്കൻഡ് വന്നപ്പോഴും പുള്ളിക്കാരത്തിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് മകന് നീതി കിട്ടണം, 2 പുള്ളിക്കാരത്തിൽ IG എന്ന് പറയുന്ന പഴയ പോലീസുകാരി എന്ന് പറയുന്ന ആൾ ഞാൻ പരാജയപ്പെട്ട കേസ്, അത് സ്വന്തം മകൻ്റെ കാര്യം വന്നപ്പം എനിക്കത് തെളിയിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഈഗോസും ഉണ്ട് അതിനകത്ത്. അപ്പം അത് രണ്ടും ഈ 2 ഇതും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇനിയിപ്പോൾ റാണിക്കൊരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. മൂത്ത മകൾക്കും ഇളയ മകളും തമ്മിലും ക്യാരക്ടറൈസേഷൻ വ്യത്യാസമുണ്ട്. മൂത്ത മകൾ കുറച്ചുകൂടെ ഇങ്ങനെ, അതിപ്പോൾ 3rd വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് സ്ലൈറ്റ്ലി ഇളയ മകളും ഇവരും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചിലപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ കുറച്ചുകൂടെ അവരുടെ ഫാമിലിയിലേക്ക് എന്തൊക്കെ, കാരണം കാലം മാറി പ്രായം മാറുന്നതനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, കാഴ്ചപ്പാടുകൾ മാറും കുറേയൊക്കെ. പ്രത്യേകിച്ചും പിള്ളേർക്ക് കാഴ്ചപ്പാടുകൾ മാറാം. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഞാൻ 3rd ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രഭാകർ ശരിക്കും ജോർജ് കുട്ടിയുടെ ഒരു മനസ്സലിവുള്ള ആളാണോ, അതോ അയാള് മനസ്സലിവെന്നല്ല, കാര്യങ്ങൾ നല്ല രീതിയിൽ പോകണം. പക്ഷെ പുള്ളിയുടെ ഭാര്യ എന്ന് പറഞ്ഞ ജീവനാണ്.
ഓക്കെ ഓക്കെ. കാരണം ഭാര്യയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഭാര്യ അത് കറക്റ്റായിട്ടെല്ലാം ചെയ്യണം എന്നുള്ളതിനാണ് പറഞ്ഞത്. അവസാനം അങ്ങനെ കേസ് IGP പറയല്ല, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ പോലെ, എനിക്കിങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അവരിങ്ങനെ പെടുത്താം, അങ്ങനെ ചെയ്യാം, ഇളയ കുട്ടീനെ വിടാം, നമുക്ക് ഫാമിലി നിൽക്കുമ്പോൾ പുള്ളി എൻ്റെ കൂടെയുണ്ട്, എനിക്ക് കൂടെയുണ്ട്. ഭാര്യയെ കാരണം സ്വന്തം ഭാര്യയെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ്. പക്ഷേ അത് നല്ല രീതിയിൽ വളരെ പോളിഷ്ഡായിട്ട് പുള്ളിക്കാരത്തെ എവിടെയെങ്കിലും ഇച്ചിരി ഔട്ട് ഓഫ് ദ വേ പോകുമ്പോൾ പിടിച്ചു നിർത്തി കറക്റ്റായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അവർ നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്നാണ് ജോർജ് കുട്ടി ദൃശ്യം 1 പറയുന്നത്. അവർ നമ്മുടെ മകളുടെ ജീവിതം നശിപ്പിക്കുന്ന അല്ല പറയുന്നത്. സാധാരണഗതിയിൽ ചിലപ്പോൾ ഒരു റൈറ്റർ എഴുതാണെങ്കിൽ അവർ നമ്മുടെ മകളുടെ ജീവിതം ഇല്ലാതാക്കുന്നതായിരിക്കും ചിലപ്പോൾ എഴുതുക. പക്ഷെ അവർ നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കുന്ന എഴുതുന്നത് അവിടെ. അതെന്തായിരുന്നു? മകളുടെ ജീവിതം നശിപ്പിക്കുന്ന അല്ല, കുടുംബം നശിപ്പിക്കുന്ന എഴുതാൻ. അതിന്റെ വ്യത്യാസം. ആ മകൾ ജയിലിൽ പോയ ആ കുടുംബം തീർന്നില്ലേ? അതിന് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് അല്ലേ? പിന്നെ അവര് ഹൈഡ് ചെയ്തൂടെ വെച്ച് കഴിയുമ്പോൾ അതിനകത്തൊരു വലിയ ഒരു പ്രശ്നമുണ്ട്. കുറേ പേര് ചോദിച്ച്, ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലൊരു പയ്യൻ അതിക്രമിച്ചു വന്നു, നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കൊല്ലണ്ട വന്നു. ശരിക്കും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നവനാ, സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. നമുക്ക് പോലീസിൽ ചെല്ലാം. പോലീസിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് സെൽഫ് പ്രൊട്ടക്ഷൻ്റെതായ കാര്യങ്ങളാണ് അവിടെ വരുള്ളൂ. ഞാൻ അന്ന് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് പീരീഡിൽ അന്ന് ഞാൻ ആലോചിച്ചത്, ഇത്ര സിമ്പിളായിട്ട് പക്ഷെ എന്തുകൊണ്ട് അവർക്കത് പറ്റാതെ വന്നു എന്നുള്ളത്, അവരുടെ അമ്മ, മരിച്ച പയ്യൻ്റെ അമ്മ ഒരു പോലീസുകാരി, IG ആണ്. ഇവരുദ്ദേശിക്കുന്ന പോലെ കേസ് പോവുകയില്ല, അവരുദ്ദേശിക്കുന്ന പോലെ കേസ് പോവുള്ളൂ. ഒന്നത്. പിന്നെ അവർ നമ്മുടെ കുടുംബം ഇല്ലാതാക്കും എന്ന് പറയുന്ന ഡയലോഗ്, എനിക്ക് ആ ചോദ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടെ നിന്നാണ് പറഞ്ഞത്? വിൻഡോയുടെ അവിടെ നിന്നുകൊണ്ട് ജനലിലൂടെ നോക്കുമ്പോൾ കുഴിച്ചിട്ടിരിക്കുക. ജോർജ് കുട്ടി വന്നപ്പോഴത്തേക്ക് ഇവരത് കുഴിയിലാക്കി കഴിഞ്ഞു, മറച്ചു. ഇതിനകത്ത് ഫാമിലി ഫുൾ ഇൻവോൾവ് ആയി. മനസ്സിലായോ? കാരണം നൗ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ക്രൈം. അതെ, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു. എക്സാക്ട്ലി. അപ്പം ഇനി കൊച്ച അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാൾ അടിച്ചു കൊന്നു, ഇവരത് കുഴിയിൽ താത്തി. തന്നെയല്ലല്ലോ, വേറെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടല്ലോ. കേസ് വരുമ്പോൾ അടിച്ചയാൾക്ക് മാത്രമാണോ? അല്ല, മറ്റേ ഫുൾ ഫാമിലിക്കെതിരെ വരും. ഓഫ് കോഴ്സ് ഇളയ കൊച്ചതിനകത്ത് ഒഴിവാകുമായിരിക്കും. അപ്പം അത് ഡയറക്റ്റ്ലി അല്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി അത് ഫാമിലി ആയിരിക്കണം. അത് ഇതുവരെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം. ഇതിൽ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പിന്നെ അത് എടുത്ത് പറയാതെ വെച്ച് കഴിഞ്ഞാൽ, ആ ജനലിൻ്റെ അവിടെ നിന്ന് ഇവിടെ നോക്കി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം നമ്മളും ക്രൈമിനകത്ത് പെട്ടു. അതെ, ആ മകള് മാത്രമല്ല, നമ്മളും ഇപ്പോൾ ഈ ക്രൈമിനകത്തെ ഭാഗമാണ്. നമ്മുടെ കുടുംബം തകർത്തുകളയും എന്ന് പറയുന്നത് അത് ഒരു ഇൻഡയറക്റ്റ് ഇത് അതിനകത്ത് ഉണ്ട്. 1 അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ പോലീസുകാരും ഈ പോലീസ് സ്റ്റേഷനും എന്നും എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സാർ എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് തൊട്ടേ ആളുകൾ കൈയടിച്ചു തുടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ആ വരി ഉപയോഗിക്കാതെ നടന്നു വന്നാൽ ചിലപ്പോൾ സീൻ വൈസ് അത് കുറേ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ. അത് കൊമേഴ്ഷ്യൽ സിനിമയുടെ പൾസ് അറിഞ്ഞിട്ടാണോ പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതി വെച്ചത്? അതെ അതെ, അത് ശരിക്കും അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. കാരണം സാറും ഈ പോലീസ് സ്റ്റേഷനും ഞങ്ങളെന്നും ഞാൻ പറയുന്ന സാധനം പറയുമ്പോൾ അതിനൊരു വേറൊരിതുണ്ട്. ഓഫ് കോഴ്സ് അങ്ങനത്തെ കുറച്ച് സാധനം. ഇപ്പം ഞാനിത് തെലുങ്ക് ചെയ്തപ്പം എന്നോട് ചോദിച്ചു, സെക്കൻഡ് പാർട്ട് എന്നോട് അതിൻ്റെ എഡിറ്റർ ചോദിച്ചു, മുരളി ഗോപിയും ലാലേട്ടനും തമ്മിലൊരു ക്രോസിംഗ് ഉണ്ട്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതില്ലേലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത് മോഹൻലാൽ എന്ന് പറയുന്നൊരു വലിയൊരു നടനാണ്. ഓക്കെ, അദ്ദേഹം അങ്ങനെ നടക്കുമ്പോൾ അത് കാണാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ജോർജ് കുട്ടിക്ക് വലിയ ഫൈറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊരു ക്യാരക്ടറല്ല. പക്ഷെ അയാളുടെ ഹീറോയിസം വേറൊരു കൈൻഡ് ഓഫ് ഹീറോയിസമാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ വളരെ കൂളായിട്ട് നടന്നു പോകുമ്പോൾ IG ഇങ്ങനെ നോക്കി IG അത് അവിടെ ജോർജ് കുട്ടീനെ ആൾക്കാർ വീണ്ടും വേറെ രീതിയിൽ ലിഫ്റ്റ് ചെയ്യുവാണ്. അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് എപ്പോഴും ഉണ്ട്. ഞാനത് ചെയ്യാറുണ്ട്. ക്ലൈമാക്സിൽ ഇതെല്ലാം കഴിഞ്ഞ് കട്ട് ചെയ്ത് ലാസ്റ്റ് ഇവർ പുറത്തേക്ക് ഇറങ്ങി ഇത് വന്ന് കട്ടിങ്ങിൻ്റെ അവസാനം ഇവിടെ ജോർജ് കുട്ടി ഇവിടെ നിന്ന് എല്ലാവരും സിനിമ അവസാനിക്കാൻ പോകുന്ന നോക്കുമ്പോൾ ലാസ്റ്റ് ഒരു ഷോട്ടിൽ ഇങ്ങനെ മറ്റേ ശാന്തി ചെയ്ത ആ ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്കും ജോർജ് കുട്ടി ഇങ്ങനെ കയറി അങ്ങ് പോകാൻ നടന്ന ഗേറ്റിനാണ്. സാധാരണക്കാരൻ പുള്ളി വലിയൊരു കാര്യം ചെയ്തിട്ട് സാധാരണക്കാരനെ പുള്ളി അങ്ങ് പോവാണ്. അപ്പോൾ അവിടെ ആ നടന്നിങ്ങനെ അങ്ങ് പോകുമ്പോൾ ഞാൻ ഒരു മ്യൂസിക് പീസ് ചെയ്തു.
അപ്പോൾ എൻ്റെ മോള് വന്നിട്ട് പറഞ്ഞു, ഡാഡി അതിനകത്ത് ഒരിടത്ത് ഭയങ്കരമായിട്ട് മ്യൂസിക് അങ്ങോട്ട് കയറുന്നുണ്ട്. അത് ശരിക്കും ആ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോൾ അയാൾ സാധാരണക്കാരനാണ്. അപ്പോൾ ഇത്രയും അങ്ങനെ ഹെവി അല്ലാതെ ഒരു നല്ല വേറൊരു മൂഡിലുള്ള കുറച്ചുകൂടെ താന്ന് നിൽക്കുന്ന ഒരു മ്യൂസിക്കിൽ അതങ്ങ് പോകുന്നതല്ലേ നല്ലത്. അപ്പം ഞാൻ പറഞ്ഞു, അവിടെയും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട്. ആ നടൻ്റെ ഒരു ഹീറോയിസോ അല്ലെങ്കിൽ അതിനെ ഒന്ന് കയറ്റണമെങ്കിൽ അതിവിടെ ഉള്ളു സ്ഥലം. അത് മ്യൂസിക്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ വലിയൊരു രീതിയിൽ നടക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഡയലോഗുകളൊന്നും ഒന്നുമല്ല. അയാളൊരു സാധാരണക്കാരനായ എൻ്റെ കൂട്ടത്തിൽ ആ ഒരു മ്യൂസിക് സ്കോറിലൂടെയാണ് നമ്മളതങ്ങ് ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്, ഇയാളൊരു അതാണ് മ്യൂസിക്കിനത്. അപ്പം ഞങ്ങൾ തമ്മിൽ ചെറിയ തർക്കം ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഇല്ല അതിരുന്നോട്ടെ, അത് ഒരു കുഴപ്പമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് ഞാനതൊക്കെ വെച്ചു. ആൻഡ് ഇറ്റ് വർക്ക്ഡ്. ശരിക്കും അത് അവിടെ ഒത്തിരി പേര് അത് ഒക്കെ അവിടെ കാണുമ്പോഴത്തേക്കും അവർ ആഗ്രഹിക്കുന്ന, കാരണം അത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എന്തെങ്കിലും അതൊരു വികാരമാണ് എല്ലാവർക്കും, മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ഇതിനകത്ത് സിനിമാറ്റിക് ആകാൻ വേണ്ടി ചെയ്യും. ഈ സ്ഥിരം മോഹൻലാൽ ഭാവങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് പലപ്പോഴും ജിത്തു ജോസഫ് മൊമെന്റ്സ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഒരു ചായക്കടയിലെ ഒരു നടത്തം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് മനഃപൂർവ്വം ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാ അർത്ഥത്തിലും അയാൾ കോടതി മുറിയിൽ കൈ പിടിച്ച് താഴ്ന്നു നിൽക്കുന്ന പോലെ ഒരു നിപ്പ്. സാധാരണ ആളുകൾ ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മുണ്ട് മടക്കി കൂത്തലോ മീശ വിരിക്കലോ ഇതുവരെയും ജിത്തു ജോസഫ് ചെയ്യിപ്പിച്ചിട്ടുമില്ല. എന്താ ആ കൈൻഡ് ഓഫ് കൊതി എവിടുന്നാ വരുന്നത്? അല്ല, കാരണം എൻ്റെ ക്യാരക്ടറൈസേഷൻ അതാണ്. ഇപ്പം ഞാൻ ലാലേട്ടൻ നിന്നടിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാനും അതൊക്കെ ചെയ്യുമായിരിക്കും, കാരണം അത് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ്. എനിക്ക് ഇന്ന് ജോർജ് കുട്ടി പെട്ടെന്ന് അങ്ങോട്ട് മാറി ആ മുണ്ടുകുത്തി അടിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടറൈസേഷൻ പോയി. ഐ ഹാവ് ടു ഫോളോ ദാറ്റ് ക്യാരക്ടറൈസേഷൻ. അയാളുടെ ജോർജ് കുട്ടിക്ക് ഒരു സ്വഭാവമുണ്ട്. ജോർജ് കുട്ടി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കൂടി വന്ന ഒരു വടിയെടുത്തൊക്കെ രണ്ടടിയും അങ്ങനത്തെ ഒരു ഫൈറ്റോ അങ്ങനെ മറ്റേ കൈൻഡ് ഓഫ് ഫൈറ്റ് ഇല്ലേ, അതൊരിക്കലും ജോർജ് കുട്ടി ചെയ്യില്ല. ജോർജ് കുട്ടി അടിക്കുവാണെങ്കിൽ നാടൻ അടി അടിക്കുള്ളൂ, കിരീടത്തിൽ അടി അടിക്കുള്ളൂ. അതാണ് ആ വ്യത്യാസം. കാരണം അയാളൊരു സാധാരണക്കാരനാണ്. അപ്പം അങ്ങനെ ആ ക്യാരക്ടറൈസേഷനിൽ പിടിച്ച് പോകുന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം നാളെ ഞാൻ വേറൊരു, പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇനി തെറി തുടങ്ങും. റാം എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം വേറെ കൈൻഡ് ഓഫ് ഫൈറ്റാണ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പം അത് ക്യാരക്ടറിനെ അനുസരിച്ച് ഫോളോ ചെയ്യുന്നത്. ജോർജ് കുട്ടിയിൽ എല്ലാ അർത്ഥത്തിലും മാനസാന്തരം ഉള്ളതായിട്ട് സെക്കൻഡ് പാർട്ടിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട്. അയാൾ എപ്പോഴും ആ വേദന, ആ കുറ്റബോധം ഉള്ളിൽ പേറിക്കൊണ്ട് തന്നെ ആ മനുഷ്യൻ നടക്കുന്നത്. ഇനി അതിൻ്റെ ഒരു ഭാഗം വരുമ്പോൾ ഇനി അയാൾ എന്താ അയാളുടെ ജീവിതത്തിൽ ആ കുറ്റബോധം വെച്ച് ചെയ്യുക എന്നുള്ളൊരു ആകുലതയുണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എന്താ ഇനി ജോർജ് കുട്ടി കുറ്റബോധം കൊണ്ട് ചെയ്യുക എന്നുള്ളതിന് ഒരിട്ടും സ്പോയിലേഴ്സ് ഇല്ലാതെ ജിത്തു ജോസഫിൻ്റെ ഒരു മറുപടി പറയാൻ പറ്റും. അത് ബേസിക്കലി ജോർജ് കുട്ടി എന്ന് പറയുന്ന ആളൊരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. അയാൾ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരാണ്. കാരണം നമ്മുടേതെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. പുള്ളി ഒരു ഡയലോഗുണ്ട് ഫസ്റ്റിനകത്ത്, സാറേ പോലീസുകാരനെ അയാളെ വെറുതെ വെറുപ്പിക്കാണ്ട് പോയി, ഞാൻ ഇതുവരെയായിട്ടൊരു നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാനൊട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല, പിന്നെ ഞാനെന്തിനു പേടിക്കണം എന്ന് പറഞ്ഞ ഡയലോഗിൻ്റെ നെക്സ്റ്റ് കേട്ട ആ പെങ്കൊച്ചിൻ്റെ പുറകെ കാറുമായിട്ട് വരുന്ന, കാരണം അയാളുടെ ലൈഫിലേക്കൊരു നിയമവിരുദ്ധതയിലേക്ക് കയറാനുള്ള ഒരു ഇൻസിഡൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ കട്ട് ചെയ്തേക്കാണ്. പുള്ളി ഒരു നീതിമാനാണ്. പക്ഷേ ഫാമിലിയുടെ കാര്യം വരുമ്പോൾ ഫാമിലി തരുന്നിടത്ത് പുള്ളി അത് മാറ്റി വയ്ക്കേണ്ടി വരും. പുള്ളി ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നൊരിതാണ്. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞത് ഒരു 80% ക്യാരക്ടറാണ്, 20% സാഹചര്യം കൊണ്ട് പുള്ളി മാറും. മനസ്സിലായോ? ആ 20ൽ നിന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ചിലപ്പോൾ ഒരു അണമുട്ടിയ ചേരയും കടിക്കുമെന്ന് പറഞ്ഞ പോലെ നാളെ പുള്ളിനെ അതുപോലെ ഉപദ്രവിച്ചാൽ ചിലപ്പോൾ പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യനാണ്, മാറും. അതൊരു ഓപ്ഷൻ. പിന്നെ ഒരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായം മാറും തോറും നമ്മുടെ ചിന്താഗതികൾ മാറാം. മനസ്സിലായോ? അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം. അപ്പം ജോർജ് കുട്ടിക്കുള്ള ചേഞ്ചസ് ഏത് രീതിയിലാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. മനസ്സിലായി. അത്രേ ഉള്ളൂ. അത് എങ്ങനെ വരും എന്നുള്ളതൊക്കെ നിങ്ങൾ ദൃശ്യം 3 കാണുന്നത്. 83 സീനുകൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഒരു ടെൻഷൻ അതൊക്കെ നമ്മൾ മനസ്സിലാക്കും. അത് ചുമ്മാ ജോക്കടിച്ചാ. ഈയിടെ ഒരു അബദ്ധം പറ്റി. ഞാൻ ഒരു ലേമർഡിയനിൽ ഇരുന്ന് കോഫി കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കോഫിയുടെ ഇങ്ങനെ നല്ല ഒരു പടമൊക്കെ ഉണ്ടാക്കി വെച്ചു. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചാറ മെസ്സേജ് വരുന്നത്, എനിക്കത് മനസ്സിലായില്ല. അപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു, ചേട്ടാ ഇതന്നെ. അപ്പോഴേക്കും പറഞ്ഞപ്പോഴാണ് പറഞ്ഞു അതിൻ്റെ എഡ്ജിൽ സീൻ എന്ന് പറഞ്ഞ് എഴുതി പേപ്പറിൻ്റെ എഡ്ജ് വന്നു. പെട്ടെന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു മൂല ആ സീൻ എന്നൊക്കെ പറഞ്ഞു അത് വന്നു. ഞാനെ ശ്രദ്ധിച്ചു, പെട്ടെന്ന് ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ അത് കിട്ടി. ആണോ? അതെങ്ങനെ ഒരു അബദ്ധം പറ്റിയതാ. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ
എത്ര വലിയൊരു ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടെങ്കിലും അവിടെ ഒരു സാധാരണക്കാരനെ കണക്ട് ചെയ്യുന്ന ഒരു എലമെന്റെങ്കിലും ജിത്തു ജോസഫ് എല്ലാ സിനിമയിലും ഇട്ട് വെക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ദൃശ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രയും ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള സിനിമയുടെ അകത്ത് പോലും ഈ കുടുംബത്തിലെ സ്ത്രീകൾ ഒരു പാത്രം ഉണ്ടെങ്കിലും മറ്റൊരു പാത്രം വാങ്ങാൻ ആഗ്രഹിക്കുന്നതിനെ പറ്റിയിട്ടും ലൈറ്റ് അണയ്ക്കാതെ പോകുന്ന മക്കളെ പറ്റിയിട്ടും ഒക്കെ ജിത്തു ജോസഫ് അവരെ എഴുതി വെക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ശകലങ്ങൾ ഇടുന്നത് സാധാരണക്കാരനിലേക്കുള്ള കണക്ട് കിട്ടാൻ വേണ്ടി തന്നെയാണോ? നമ്മളൊരു ഫാമിലി കാണിക്കുമ്പോൾ ഒരു ഫാമിലി, ആ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രൈം എന്തെങ്കിലും നടന്നു, നമ്മൾ ആ ക്രൈമിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആദ്യം ആ ഫാമിലി എന്താണെന്നൊന്നും ആൾക്കാരിലേക്ക് കൊണ്ടുണ്ട്. ആ ഫാമിലിയുടെ രീതികൾ എന്താണ്, ആ കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടുത്തെ നടക്കുന്നത് രസകരമായിട്ടാണോ അല്ല കൊച്ചു കൊച്ചു പിണക്കങ്ങൾ പരിവങ്ങൾ, അപ്പോഴാണ് അതൊരു ഫാമിലിയാണെന്നത് ഓഡിയൻസിലേക്ക് ഫീഡ് ആവുള്ളൂ. ഇറ്റ്സ് എ ഫാമിലി. ആ ഫാമിലി അവർ സ്നേഹിക്കണം, ആ ഫാമിലിയിലേക്ക് അവരങ്ങ് ആ ഫാമിലി അവർ നെഞ്ചിലേക്ക് ഏറ്റണം. അപ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ പിന്നെ പ്രേക്ഷകൻ്റെ പ്രശ്നമായി മാറുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഈ ലൈറ്റും ഫാനും ഓഫ് ചെയ്യുന്നൊക്കെ എൻ്റെ അപ്പം ചെയ്യുന്ന പോകുന്നു. ഇപ്പം ഞാനത് വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുക. പിള്ളേരും എല്ലാവരും ഒന്ന് ഡൈനിങ് ടേബിൾ കഴിക്കുമ്പോൾ ഞാൻ കഴിച്ച് പോയാൽ ഞാൻ ഈ ഫാനും ലൈറ്റ് ഓഫ് ചെയ്തിട്ടു. അപ്പോൾ അവർ ചോദിക്കും, ഡാഡി പ്ലീസ്. ഓക്കെ ഇതേ പറഞ്ഞ ഫാദർ ഉപദേശിച്ചിട്ടില്ല, കാണിച്ച് തന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ അതേപോലെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പം നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുടുംബത്തിൽ കാണുന്ന സംഭവങ്ങളും അല്ല വേറെ കുടുംബത്തിൽ പറഞ്ഞിട്ട് കേട്ട സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കേട്ടുന്നത്. അത് പർപ്പസ് ഇതാണ്. അവർ എവിടുന്നോ ഒരു നായകൻ വന്നു, എവിടുന്നോ ഒരു നായിക വന്നു, എങ്ങോട്ടൊക്കെയോ പോകുന്നു. അല്ല, അവർക്കൊരു അച്ഛനുണ്ട്, അല്ല ഭാര്യയുണ്ട്, മകളുണ്ട്, മകനുണ്ട്. അപ്പം അതൊക്കെ വന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഫാമിലി ഇത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ദൈവാനുഗ്രഹം ഒരുതപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും കൂട്ടിച്ചേർക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ പറയുന്ന ഒരാൾ തന്നെയാണ് ദൈവത്തിൻ്റെ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു നീതി ബോധം അതിനെപ്പറ്റിയൊക്കെ മെമ്മറീസിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഡയലോഗ് എഴുതി വെച്ചിട്ടുള്ളത്. ജിത്തു ജോസഫ് ഏതെങ്കിലും ലൈഫിൻ്റെ ഒരു പോയിന്റിൽ നിരീശ്വരവാദിയായിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ഒരിക്കലും നിരീശ്വരവാദിയല്ല. എനിക്ക് റിലീജിയൻ്റെ അല്ലെങ്കിൽ മതം എന്ന് പറയുന്നതിന് അത് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് എ പവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചുകൊണ്ട് ഞാൻ ജീസസ് ക്രൈസ്റ്റ് ചെയ്യുന്നു. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന അവർക്ക് അവരുടെ ദൈവം, മുസ്ലിം ഇതിലേക്ക് അവർക്ക് അവരുടെ ദൈവം. അതിൽ വിശ്വസിക്കുന്നത് എനിക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തോട്ടെ. ഇപ്പോൾ വിശ്വസിക്കാതെ ഒരാൾ നിരീശ്വരവാദിയായിട്ട് അയാൾ ഹാപ്പി ആയിട്ട് അയാൾ അത് അതാണ് അയാൾക്ക് സന്തോഷിക്കാൻ അയാൾ ചെയ്യട്ടെ. എൻഡ് ഓഫ് ദ ഡേ അതൊരു പോസിറ്റീവ് എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ഒരാളല്ല. ഞാൻ അങ്ങനത്തെ പള്ളി, അതിൻ്റെ റിച്വൽസ്, അതിൻ്റെ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ വിശ്വസിക്കുന്നത് കർമ്മ, അതാണ് ഏറ്റവും വലിയ പ്രയർ. നമ്മുടെ എന്താ പറയുക, പ്രവൃത്തിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നല്ലത് ചെയ്യാൻ പറ്റുന്നിടത്തോളം ശ്രമിക്കുന്നത്. ഞാൻ പുണ്യാളനാണെന്നൊന്നും അല്ല പറഞ്ഞത്. ഒത്തിരി കുറ്റങ്ങളും കുറവുള്ള സാധാരണ മനുഷ്യനാണ്. അപ്പം എൻ്റെ മദർ എന്നെ ഒത്തിരി പല കാര്യങ്ങൾ പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മദർ എപ്പോഴും പറയും, എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ല ഒത്തിരി പേര് നമ്മളെ സഹായിക്കുന്നുണ്ട് പല സൈഡിൽ നിന്നൊക്കെ വന്നു. എനിക്ക് എൻ്റെ ചെറുപ്പകാലം, എൻ്റെ ടീനേജിലൊക്കെ ഞാനിങ്ങനെ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. പൈസ കൊടുത്തുന്നല്ല, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഓടിച്ചെല്ലും സഹായിക്കും. നമ്മളങ്ങനെ ആത്മാർത്ഥമായിട്ട് കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ക്രൈസിസ് വരുമ്പോൾ എവിടുന്നൊക്കെയോ ആരൊക്കെയോ വന്നെന്നെ സഹായിക്കുന്നുണ്ട്. അത് എൻ്റെ ലൈഫിലൊരു എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോഴും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റുന്ന പോലെ സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ദൈവം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ മതം എന്ന് പറയുന്ന ഇതിനകത്ത് ചില കാര്യങ്ങളിൽ കോൺട്രഡിക്ഷൻസ്, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മെമ്മറീസിൽ ചില ഡയലോഗ് എഴുതിയത്. അത് അയാളുടെ കാഴ്ചപ്പാടിൽ അയാൾ പറയുന്ന സാം എന്ന് പറയുന്നയാളുടെ അയാളുടെ ലൈഫിൽ ഒരു ദുരന്തം ഉണ്ടായപ്പം അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ നിന്ന് സാം എന്താണ് ദൈവത്തെ കാണുന്നത് എന്ന് പറയുന്ന ആ ആംഗിളാണ്. അതിപ്പോൾ എൻ്റെ 100% അതെൻ്റെ അഭിപ്രായമല്ല, ദൈവത്തെ ഇത് ചെയ്യുമ്പോൾ. അതേസമയം മതങ്ങളും ഇതുമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് എൻ്റെ പേഴ്സണൽ ഇതാണ്. അതിപ്പോൾ ഞാൻ അതിന് ഒരിടത്തും കൊട്ടിഘോഷിക്കാനോ അതിനുവേണ്ടി തർക്കിക്കാനോ ഒന്നും പോകാറില്ല. അത് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇത്രയും വർഷങ്ങളുടെ ഒരു ജീവിത എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാൻ സ്വയം മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ എൻ്റേതായ ഒരു തിയറി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മറ്റാർക്കും ആപ്ലിക്കബിൾ അല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ആ തിയറി ഒരിടത്ത് എൻഫോഴ്സ് ചെയ്യാൻ റെഡിയുമല്ല. കാരണം അതെൻ്റെ തോട്ടാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം ഇങ്ങനെയാണ്, ഇതാണ് ഇങ്ങനെ എന്ന് പറയാനുള്ള തൻ്റെ ഇടം എനിക്കില്ല. ഇത് എൻ്റെ തോട്ടാണ്. ഞാനതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. താങ്കൾക്ക് താങ്കളുടേതായ വിശ്വാസത്തിൽ പോകാം, അത് താങ്കളുടെ ചോയ്സാണ്. ഈ മതത്തെ വോട്ട് ബാങ്കുകളാക്കുന്ന അല്ലെങ്കിൽ മതത്തെ കച്ചവടമാക്കുന്ന ഒരുപാട് ഏരിയകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഇപ്പോൾ കലാകാരൻ എന്നുള്ള രീതിയിൽ ആ വശങ്ങളിലേക്കൊക്കെ കണ്ണോടിക്കലും ശ്രദ്ധ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. പലപ്പോഴും സംവിധായകൻ അത് സിനിമയിലൂടെ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സിനിമയിലൂടെ രാഷ്ട്രീയം പറയാനൊക്കെ നോക്കും. അപ്പം ഉള്ളിൽ ഇത്രയും തോന്നുന്ന ആൾക്ക് അത് ആ ഒരു ഏരിയ എഴുത്തായിട്ടോ തിരക്കഥയായിട്ടോ ഇല്ല. ഞാൻ ഈ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനകത്തൊക്കെ ഒത്തിരി ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറയുന്നത് പലതും
താങ്കൾക്ക് അത് ശരിയല്ല. ഓക്കെ. ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നടിച്ചു എന്ന് പറഞ്ഞു. കാരണം എനിക്കും 100% ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് വാദിക്കാൻ ഞാൻ ആരാണ്? ഞാനൊരു വലിയൊരു സ്കോളറോ അങ്ങനെയൊന്നും അല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ഇതിൽ പറയും. പിന്നെ എന്താ ഫ്രണ്ട്സിൻ്റെ ചർച്ച ഒരു അങ്ങനത്തെ ഉള്ളതിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയും. അതിന് ചിലർ കണ്ണിച്ച് സംസാരിക്കും, ഞാൻ അത് കേൾക്കും. ചിലപ്പോൾ അതിനകത്ത് ചില പോയിന്റ്സ് ഉണ്ടാവും, അത് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ അതിനകത്തൊരു വാലിഡ് പോയിന്റ് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ തിയറി ഒന്ന് എന്താ പറയുക റീവർക്ക് ചെയ്യും. അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നുണ്ട്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരിക്കൽ ഒരിടത്ത് നിന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര വലിയൊരു മാരേജ് ഫങ്ഷൻ നടക്കുന്നു, പൈസ പൊടിച്ച് ഇത് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്തൊരു വേസ്റ്റ് ഓഫ് മണിയാണ്, മറ്റേ ഇതെങ്ങനെയാണ് എൻ്റെ ഒരു ചിന്താഗതിയാണ്. അതാണ് എന്തിനാണ് പൈസ ഇങ്ങനെ ഇത് ചെയ്യുന്നത്, ഇങ്ങനെ പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രായത്തിൽ. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ, എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. പുള്ളി എന്നോട് പറഞ്ഞു, ജിത്തു അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്, വെറുതെ കൊടുക്കുന്ന പൈസയ്ക്ക് വാല്യൂ ഇല്ല. പക്ഷേ ജിത്തു ഒരു കാര്യം ആലോചിക്കുക, ആ വ്യക്തി ഇത്രയും പൈസ മുടക്കുമ്പോൾ അവിടെ പന്തലിടുന്നയാൾ, ലൈറ്റ്സിന് വരുന്നയാൾ, അവിടെ വരുന്ന എത്ര പേർക്ക് ജോലിയാകുക, എത്ര പേർക്ക് അതുകൊണ്ട് ബെനിഫിഷ്യൽ ആകുന്നുണ്ട്, അപ്പം എത്ര പേർക്ക് അതിനകത്ത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് എ വാലിഡ് പോയിന്റ്. അയാൾ ആ പൈസ ബാങ്കിൽ ഇട്ടുകൊണ്ട് അയാൾ ചെലവ് ചുരുക്കിയ കല്യാണം നടത്തിയാൽ ഒത്തിരി പേർക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടാതെ പോകും. അപ്പം ഞാൻ ചോദിച്ചതിന് വേറൊരു ആംഗിളാണ്. അപ്പം ഞാൻ ചിന്തിച്ച രീതി തെറ്റാ, മനസ്സിലായോ? അങ്ങനത്തെ ചില പോയിന്റ് പറയുമ്പോൾ ഓക്കെ ദാറ്റ്സ് എ വാലിഡ് പോയിന്റ്. അപ്പം ഞാൻ അതെടുത്തു, ഞാൻ ആ ആംഗിളിൽ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ ഈ ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ അച്ഛനെയൊക്കെ പോലെ അവരുടെ ഭാഗത്തു നിന്നുകൂടി അത് ചിന്തിക്കുന്നത്. ഞാനിപ്പോഴും എൻ്റെ പേരൻസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള, ഡയറക്റ്റ്ലി അല്ല, എൻ്റെ ഫാദർ എന്നെ ഉപദേശിച്ചിട്ടില്ല. എൻ്റെ ഫാദർ ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ലൊരു പൊളിറ്റീഷ്യനായിരുന്നു, കയ്യിൽ നിന്ന് പൈസയിട്ട് രാഷ്ട്രീയം കളിച്ച് അതിൻ്റെ തിക്താനുഭവങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായതാണ്. പക്ഷെ അദ്ദേഹം നല്ലൊരു പേരുണ്ടാക്കി. വലിയണ്ടത്തിൽ കൊച്ചേട്ടൻ്റെ മകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ എല്ലായിടത്തും ഒരു സ്വീകാര്യതയുണ്ട്. ഫാദർ മരിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഏത് ഓഫീസിൽ ചെന്നാലും ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ കൊച്ചേട്ടനെ വരണോ, അപ്പം ഇരിക്കും, അതിന് നമുക്ക് ശരിയാക്കി തരില്ല. അങ്ങനെയായിരുന്നു. അപ്പം അദ്ദേഹം ജീവിച്ചു തന്ന ഇത് കാണിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മദർ കുറച്ചുകൂടെയൊക്കെ പല കാര്യങ്ങളും പറയും, ഇങ്ങനെ ഒരു ഇതായിട്ട് പറയും. ഇവരുടെ ലൈഫിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ, ഞാനും താങ്കളുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി, ഒരു വാഗ്വാദം ഉണ്ടായി. അപ്പം ഞാൻ ഷോർട്ട് ടെമ്പേർഡായിരുന്നു. അന്നേരം എടുത്ത് ചാടി. ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് എൻ്റെ അമ്മച്ചിയായിട്ടാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് ഞാൻ വഴക്കുണ്ടാക്കുന്നത്. ഇങ്ങനെ ഷോർട്ട് ടെമ്പേർഡായിട്ട് ഇതുണ്ടായി. എന്നിട്ട് ഞാൻ മാറിയിട്ട് ചോദിക്കും, പക്ഷെ അമ്മച്ചി പറഞ്ഞ ആ ആംഗിളിൽ നിന്ന് നോക്കും, അമ്മച്ചി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പം ആ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അതിനകത്തൊരു ഇത് കിട്ടും. അപ്പോൾ പിന്നെ ഞാനത് പതുക്കെ പോയി അത് പാച്ചപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. അതുപോലെ നമുക്കൊരു തെറ്റ് പറ്റിയാൽ അത് അംഗീകരിച്ച് സോറി പറയാൻ മടി കാണിക്കാറില്ല ഞാൻ. എനിക്ക് പറ്റിയെങ്കിൽ ഞാൻ പറ്റി. ചിലപ്പോൾ അത് ഉടനെ പറഞ്ഞില്ലെങ്കിലും പതുക്കെയാണെങ്കിലും അത് പറയും. അപ്പം അത് മറ്റുള്ള ഒരാ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം എന്ന് പറയുന്നതാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ ഫാദറിന് എൻ്റെ ഫാദറിനെ നിന്ന് എടുത്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. പിന്നെ കുറേ കാര്യങ്ങൾ അതേപോലെ എൻ്റെ ഫാദറിന് എടുത്തിട്ടുള്ളതാണ് മൈ ബോസിലെ സായിയേട്ടൻ്റെ ക്യാരക്ടർ. അധികം സംസാരിക്കില്ല, പക്ഷേ ഫാദർ ഇടയ്ക്കൊരു നമ്പർ ഇടും, അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പം എന്ന് പറയുന്ന പോലെ. അപ്പം നമ്മുടെ ലൈഫിൽ ചുറ്റുവട്ടത്ത് കണ്ടുവരുന്ന കാര്യങ്ങളല്ലേ നമ്മൾ സിനിമയാക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു ഫോറിൻ സിനിമയുടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന രീതി, ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന രീതി, അത് തിരക്കഥയിലേക്ക് കൊണ്ടുവരാൻ ജിത്തു ജോസഫ് വോളണ്ടറിലി ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ എന്നു വെച്ചാൽ നമ്മൾ ഒത്തിരി സിനിമകൾ കാണുകയും ബുക്കുകൾ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില സാധനങ്ങൾ നമ്മളെ അട്രാക്ട് ചെയ്യും, അത് ഉണ്ടാക്കി ഇമ്പാക്റ്റ്. ഈ പറയുന്ന പോലെ നല്ല ക്ലാസ് ആയിട്ടുള്ള ചില ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ സിനിമകളിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ അത് അതേപോലെ എടുക്കാമെന്നല്ല, അതെങ്ങനെയാണ് അവരത് സ്ട്രക്ചർ ചെയ്തെടുത്ത് അതേപോലെ സ്ട്രക്ചർ ചെയ്തെടുത്ത് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കണ്ട സിനിമകളുടെയും ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ ഞാൻ എൻ്റെ സിനിമയെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു എൻഡിങ് ഷോട്ടായിരുന്നു ദൃശ്യം 2 അത് നടന്നു പോകുന്നത്. മനസ്സിലായോ? അതിനകത്തൊരു ഒത്തിരി പേര് എന്നോട് പറഞ്ഞ കേട്ടോ, ഞാൻ അവകാശപ്പെടുന്നില്ല, എന്നോട് പറഞ്ഞാണ് അതൊരു ക്ലാസ് എൻഡിങ് ആയിരുന്നു ആ പുള്ളി അവസാനം നടന്നു പോകുന്നത്. അത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനത്തെ കുറേ സിനിമകളുടെ കണ്ടപ്പോൾ പല രീതിയിൽ പല സിനിമകളിൽ പല രീതിയിലുള്ള ക്ലാസ് എൻഡിങ്സ് ഉണ്ടല്ലോ. അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ എന്ന് നമ്മളിപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു പാറ്റേൺ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചില സിനിമകളിൽ നിന്ന് ചില അങ്ങനെ അത് എടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മെയിനായിട്ട് അങ്ങനത്തെ ചില സാധനങ്ങൾ പാറ്റേൺ, ഇങ്ങനെ കുറേ സിനിമകളുടെ നല്ല എൻഡിങ്സ് ഉണ്ട് എനിക്കിപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാത്ത ആ പാറ്റേൺ എൻ്റെ കഥയായിട്ട്
അതിനുവേണ്ടി സിനിമ ചെയ്യാൻ പറ്റത്തില്ല. ആ യെസ് യെസ് ഞാൻ ഒരു കഥ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് അതിനകത്ത് ഫിറ്റ് ആവുമെങ്കിൽ, ആ പാറ്റേൺ ഫിറ്റ് ആവുമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഞാൻ പക്ഷെ കൂടുതലും എനിക്ക് ഈ സബ് ടൈറ്റിൽ വെച്ച് സിനിമ കാണുന്നത് എനിക്ക് ഞാൻ എൻജോയ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്ന മുഴുവൻ ഇംഗ്ലീഷ് സിനിമകളാണ്. ഓക്കെ ഓക്കെ ഹിന്ദി സിനിമയും പണ്ട് ഇത് കാണുമായിരുന്നു. എനിക്കല്ലാതെ ഇപ്പം പറയുന്ന പോലെ കൊറിയൻ സിനിമകളോ അല്ല സ്പാനിഷ്, എനിക്ക് അങ്ങനത്തെ ഫിലിം മേക്കേഴ്സിനെ കുറിച്ച് വലിയ ധാരണയില്ല. ഞാനെല്ലാം കാണുന്നത് ഇംഗ്ലീഷ് സിനിമകളാണ് കൂടുതലും കാണുന്നത്. പിന്നെ ഈ പലരും ഒക്കെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യണം. പക്ഷെ അപ്പോഴും ഒരു പ്രോബ്ലം, പക്ഷേ ഈ OTT-ലേക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പം അതിൻ്റെ ഡബ് കിട്ടും. അല്ലാതെ ഈ സബ് ടൈറ്റിൽ വെച്ച് സിനിമ എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് ഇതിയത്തേയില്ല. ഈ കുറച്ച് ക്ലാസിക് സിനിമകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നൊന്ന് ചോദിക്കും. ക്ലാസിക്സ് കാണണ്ടേ? അല്ലല്ല, ഞാൻ ക്ലാസിക്കാന്ന് വിചാരിക്കുന്നതാണ് മതി. അത് എന്തായാലും ജോസഫ് കണ്ടുണ്ടാവും. 7 എന്നുള്ള സിനിമയുടെ എൻഡിങ് എങ്ങനെയാ ഇൻഫ്ലുവൻസ്? ഞാൻ ഓർക്കുന്നില്ല, പണ്ട് കണ്ടതാ. എനിക്ക് ഞാൻ VHS കാസറ്റിൽ കണ്ടിട്ട് കണ്ടാന്ന് തോന്നുന്നു. VHS കാസറ്റിലെ പഴയ അതിന്റെ ബ്രാഡ് പിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊരു സീരിയൽ കില്ലറിന്റെ അല്ല. പക്ഷെ ഞാൻ അതിന്റെ എൻഡിങ് മറന്നു എങ്ങനെയാന്നുള്ളത്. അതിൽ ഈ പാപങ്ങളെ പറ്റി പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ഒരു 7 പാപങ്ങളെ പറ്റി പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന്റെ ഒരു സ്ട്രക്ചറിങ് ഉണ്ട് സാർ. അത് മെമ്മറീസായിട്ട് പെട്ടെന്ന് ചേർന്നു. മെമ്മറീസ് അതിനായിട്ട് ഒരു സാമ്യം ഉണ്ടെന്നല്ല പറയുന്നത്. കൈൻഡ് ഓഫ് സ്ട്രക്ചർ, ആ ബൈബിൾ റെഫറൻസ്, അത് നമുക്ക് ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് 7 ആയിരുന്നു. യൂഷ്വൽ സസ്പെക്ട്സ്. അതിന്റെ എൻഡിങ് എനിക്കത് ഭയങ്കരമായിട്ടും ഭയങ്കര നമ്മളിങ്ങനെ ഇതാക്കിയ ഒരു എൻഡിങ് ആണ്. അത് ഞാൻ മറക്കത്തില്ല. ആ സിനിമ ഭയങ്കര എന്നെ ഇങ്ങനെ ഞെട്ടിച്ച് കളഞ്ഞൊരു സിനിമയാണ്. ആ ലാസ്റ്റ് അയാളെ ആ നടപ്പ് ഇങ്ങനെയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ, ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. പക്ഷേ നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കുറെ ആളുകളെ പറ്റിച്ചിട്ട് അയാൾ നടന്നു വരുമ്പോ എനിക്ക് കണക്ട് ആയി പോയ ആ സിനിമയായിട്ട്. ആ നടപ്പ് ഈ നടപ്പ് ഭയങ്കര വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് ഒത്തിരി സിനിമകളിലുണ്ടാകുന്നത്. പക്ഷെ ഈ നടപ്പിന്റെ പ്രത്യേകത വെച്ചാൽ അത്രയും നേരെ ഇരുന്ന് അയാൾ ആ സ്റ്റോറി അവിടെ ഇരുന്ന് നരേറ്റ് ചെയ്തിട്ട് അയാളങ്ങ് ക്രിപ്പിൾഡായിട്ട്, എനിക്കൊരു ഡൗട്ട് തുടക്കത്തിലടിച്ചു, ഇയാളെ എന്തിനാ ക്രിപ്പിളാക്കി വെച്ചേക്കുന്നത് ഒരു ഡൗട്ട് അടിച്ചു. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് വിട്ടുപോയി, ആ ഫാക്ടർ വിട്ടുപോയി. എന്നിട്ട് പുള്ളി അങ്ങ് നടക്കാൻ തുടങ്ങിയപ്പം ഇതായി. മറ്റേത് അത് ദൃശ്യമായിട്ടൊന്നും അതിൽ നിന്ന് ഇൻസ്പയർഡ് ഒന്നുമല്ല ദൃശ്യം. ഷോഷാങ്ക് റിഡംപ്ഷനിലെ അവസാനം അയാള് ജയിൽ പൊട്ടിച്ച് മഴ നനയുന്ന ഷോട്ട് എന്തായിരുന്നു അത് കണ്ടപ്പോഴായിരുന്നു ഫീൽ? ഷോഷാങ്ക് റിഡംപ്ഷൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആ സിനിമ കണ്ട് പോറടിച്ച് ഇങ്ങനെ ഇരുന്നിരുന്ന് ഇത് എന്നെ ഇങ്ങനെ ആൾക്കാർ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് അങ്ങനെ അവസാനിക്കുന്നത് എന്ന് തോന്നിപ്പോയി. അവിടെയാണ് ആ എൻഡിങ്ങിലാണ് നമ്മളെ കൊണ്ട് ഒരു വലിയൊരു അഡ്രിനാലിൻ റഷ് കൊണ്ടത്. എൻ്റെ ഫേവറേറ്റ് സിനിമകളിലൊന്നും അത്. കാരണം അന്നത്തെ എനിക്ക് പറഞ്ഞ ഷോഷാങ്ക് റിഡംപ്ഷൻ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമ തന്നെയാണ്. എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വളരെ സ്ലോ പേസിൽ പറഞ്ഞ് അവസാനം അത് ക്ലൈമാക്സ് വല്ലാത്തൊരു ഫീലിൽ കൊണ്ടുവന്നത്. എനിക്ക് പറഞ്ഞാൽ അതേപോലത്തെ സ്ക്രിപ്റ്റിംഗ് എന്നല്ല, എനിക്ക് ആ പടം ഓടിയതിലും ഇതിലും ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ കിഷ്കിന്ധ കണ്ടം അതിൻ്റെ ഒരു പേസ് അതാണ്. അപ്പം ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വെച്ചപ്പം ഇത് ഓടുന്നു പറഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. കാരണം ഒരു സമയത്ത് സിനിമയ്ക്ക് അങ്ങ് സ്പീഡ് കൂടിയിട്ട് തൊട്ടാലും പിടിച്ചാലും ലാഗ് അത് ഇത് പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് കണ്ടിട്ട് പറയും അവിടെ ഒരു ലാഗ് ഉണ്ട്, അത് കട്ടി അങ്ങനെ സിനിമയ്ക്ക് ലാഗ് വേണം. മെമ്മറീസിൽ ഞാൻ ഫസ്റ്റ് ഹാഫിൽ ലാഗ് ഇട്ടിട്ടുണ്ട്. ദൃശ്യത്തിനകത്ത് എൻ്റെ ഇപ്പം ദൃശ്യം 3 എഴുതിക്കൊണ്ടിരിക്കുക, അതിനകത്ത് കൊണ്ട് ലാഗ് അല്ല, ലാഗ് ഇല്ലാതെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യണ്ടേ, ഒരു അത് ഉണ്ടാക്കിയെടുക്കണ കുറച്ച് സമയം വേണം. അപ്പം ഇത് എൻ്റെ ഒരു തോട്ടാട്ടോ ഇതൊക്കെ. ഞാൻ പറയുന്നത് നിയമങ്ങളൊന്നുമല്ല, ഞാൻ അങ്ങനെ വിശ്വസിച്ച് പോകുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ സിനിമയിൽ ഇച്ചിരി ലാഗൊക്കെ കാണും. അത് ഒഴിവാക്കി പോകുമ്പോൾ അത് ശരിയാവത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ട്രൂ ലൈസ് കണ്ടപ്പോൾ എന്താ ജിത്തു കിട്ടിയത്? ആക്ഷൻ പടം, അത് ഒരു എന്താ പറഞ്ഞ ലാർജർ ദാൻ ലൈഫ് ആക്ഷൻ പടം. ഞാനും ലിൻഡയൊക്കെ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. ഓക്കെ, കുറച്ച് മലയാളം ക്ലാസിക്സിനെ പറ്റി ജോസഫ് എന്താ വിചാരിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഓളർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. എനിക്ക് എൻ്റെ മൂഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പത്മനാഭ സാറിൻ്റെ, എന്നാൽ പത്മനാഭ സാറാണ് എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു ഡയറക്ടർ. കാരണം വെച്ചാൽ അദ്ദേഹം ഒത്തിരി വെറൈറ്റി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സീസൺ, ആ കാലഘട്ടത്തിലെ നോൺ ലീനിയർ ഇത്. അന്ന് ഞങ്ങളൊരു 8 പേര് ഫ്രണ്ട്സ് എല്ലാം കൂടെ കാണാൻ പോയിട്ട് ബാക്കിയുള്ളവരെല്ലാം ചീത്ത വിളിച്ചിട്ട് ഇറങ്ങി പോയി. എന്നാ വകുപ്പിലെ കഥ പറഞ്ഞതെന്നൊക്കെ വെച്ചു. ഞാൻ പിന്നീട് അത് ഇത് രസമായിട്ടാണ് പറഞ്ഞ് അവർക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് എനിക്ക് പത്മനാഭ സാറിൻ്റെ ഒരു ഫേവറേറ്റ് ഡയറക്ടറാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. നല്ലൊരു മൂഡുണ്ട്. ഉത്തരം അതും ഇതുപോലെ ആ സിനിമയ്ക്ക് എനിക്ക് ഇതന്നെന്നറിയോ, നമ്മൾ വളരെ ഒരു സാധാരണ നോർമൽ സിനിമ പോവുകയാണെങ്കിലും നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റി നിർത്തുക. എന്തായിരിക്കും
ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്, എന്നിട്ട് പോയിട്ട് അതിൻ്റെ ഒരു എൻഡിങ് ഉണ്ടല്ലോ, അത് പക്ഷേ നല്ല രീതിയിൽ അവരതിനെ കൊണ്ടുപോയി കണക്ട് ചെയ്തു. യവനിക ഓഫ് കോഴ്സ് ആ കാലഘട്ടത്തിൽ ഒരു എന്താ പറയുക, നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ നമ്മൾക്ക് ഗൂസ് ബംസ് വന്നൊരു സിനിമയാണ്. ക്യാരക്ടറൈസേഷൻസ് ഒക്കെ അതിനകത്ത് ഭയങ്കര സ്ട്രോങ് എത്ര സ്വഭാവക്കാരെ അതിനകത്ത് കാണിച്ചേക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷ്വൽസിനെ ഒരു സസ്പെൻസ് ബിൽഡിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഐഡിയ പലപ്പോഴും കിട്ടുന്നതെന്ന് ആഗ്രഹം ഉണ്ട്. മെമ്മറീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ മെയിൻ ആൻറ്റഗോണിസ്റ്റിനെ കുറേ നേരം വരെയും അയാളുടെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നത് മുഴുവനും ലോ ആംഗിൾ ഷോട്ട്സിൽ നിന്നാണ്. ആ കാല് വെച്ചിട്ടാണ് ഫുൾ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്കത് ഗസ് ചെയ്യാനും പറ്റുന്നില്ല. എന്നാൽ അതിനൊരു ക്യൂരിയസ് സ്വഭാവം ഉണ്ട് താനും. ദൃശ്യത്തിന് സമാനമായിട്ട് മൊത്തത്തിൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളെ ജോർജ് കുട്ടി ഒരു സിനിമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഉണ്ടാക്കിയെടുത്തത് ദൃശ്യം വണ്ണിൽ ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതായത് ഓൾറെഡി ഉള്ള ദൃശ്യങ്ങളെ വേറൊരു ഫോർമാറ്റിലെ ആളുകളെ കാണിക്കുക. ഇതിനുള്ളൊരു മോട്ടീവ് എന്താണ്? സാധാരണ ആളുകളെക്കാളും കുറച്ചുകൂടി ഇന്റലിജൻസ് മുകളിൽ വെക്കണം, അപ്പോഴാണ് അത് വർക്കാവുക. അതാണ് അതിന്റെ പിന്നിലത്തെ തീരെ. എന്താ ജിത്തു ജോസഫ് അവിടെ ഉപയോഗിക്കുന്നത്? അല്ല, ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടൊരു കുഴപ്പം എന്നറിയോ, നമ്മളൊരു കഥയെ സമീപിക്കുമ്പോൾ അതിനകത്തൊരു കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് അത് കൊണ്ടുപോകണം, കുറച്ച് സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ അന്നേരം എനിക്കൊരു തോന്നുന്ന ഗട്ട് ഫീലിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങളായത്. ഇത് അങ്ങനെ അതിനൊരു ടെക്നിക്കായിട്ട് അതിനൊരു പ്രോസസ് ഇല്ല. അന്ന് ഇതൊരു ഗട്ട് ഫീലിങ്ങിൽ പോകുന്നതാണ്. ഇപ്പൊ പറഞ്ഞു ലോ ആംഗിളിൽ കാല് കാണിച്ചു എന്ന് പറഞ്ഞു മെമ്മറീസിൽ. കാരണം അവന്റെ വേറെ ഏതെങ്കിലും ഒരു പോർഷൻ കാണിച്ചാൽ ആള് റിവീലായി പോവോ എന്നുള്ളൊരു പേടിയാണ്. മനസ്സിലായോ? കൈയുടെ ഇതിട്ടു, അങ്ങനെയൊക്കെ ഇട്ടു. അന്നേരം ഞാൻ ഭയങ്കര ഗട്ട് ഫീലിംഗ് പോകുന്ന ഒരാളാണ്. കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ, ഞാനിങ്ങനെ വലിയ സിനിമയുടെ നിയമങ്ങളും ഇതൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇതിങ്ങനെ ചെയ്യണം, ഇവിടുന്ന് ഈ സീനിൽ നിന്ന് ഈ സീനിലേക്ക് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ തോന്നുന്ന ഓരോ കാര്യങ്ങളിലൂടെയാണിത് നമ്മൾ ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഷോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വെച്ചാൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവാം, ചിലപ്പോൾ ഇങ്ങനെയാവാം, ചിലപ്പോൾ ഒന്ന് നമുക്കൊന്ന് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ഗിമ്മിക്സ് കാണിക്കും. അപ്പോൾ തോന്നുന്ന ആ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തോന്നുന്ന തോന്നലുകളിലൂടെ ഞാൻ പോകുന്നത്. എന്തോ ദൈവാനുഗ്രഹത്തിൽ അതൊക്കെ വർക്കൗട്ടായി പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പാളി പോകാം, അല്ലാതെ അങ്ങനെ ഒരു ബ്രില്യൻസ് ഒന്നും പറയാനില്ല. ബേസിക്കലി ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളോ ശ്രമങ്ങളോ ആണ് അന്നേരം വരുന്ന ചില ഗട്ട് ഫീലിങ്ങിൽ പോകുന്ന സത്യം. അതാണ് സത്യം. സിനിമ വലിയ വിജയമാവട്ടെ. അന്ന് ഡിറ്റക്റ്റീവ് തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു കുടുംബവും കുറച്ച് കൊച്ചിയിലുണ്ടാക്കിയ കൂട്ടുകാർ മാത്രമാണെന്ന് ജിത്തു ജോസഫിൻ്റെ എഴുത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെങ്കിൽ ഇന്ന് ആ കൂട്ടത്തിൽ അമീർ ഖാനുണ്ട്, രാജമൗലിയുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആ പ്രതീക്ഷകൾക്കൊക്കെയും എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ക്രിമിനൽ മാസ്റ്റർ മൈൻഡ് അല്ലെങ്കിൽ ഒരു ക്ലാസിക് ക്രിമിനലിൻ്റെ സ്വഭാവം എപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അത് ഇനിയും തുടരാനാവട്ടെ, പല ഭൂഷണുകളിൽ അങ്ങനെ തുടരാൻ സാധിക്കട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. താങ്ക് യു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.